ദീപു കരുണാകരൻ, ഇന്ദ്രജിത് സുകുമാരൻ, അൻഷുരാജൻ എന്നിവർ ഉൾപ്പെടുത്തി ഇറക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ എങ്ങനെയുണ്ടെന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ട്രെയിലറിൻ്റെ ലെങ്ത് ആണെങ്കിൽ 1 മിനിറ്റും 58 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ലെങ്ത്. ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് അനശ്വര രാജനാണ്. ഹൈലൈൻ പിക്ചേഴ്സാണ് ഈ സിനിമയുടെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു കാർ യാത്രയാണ് ഈ ട്രെയിലറിൽ ഉടനീളം കാണിക്കുന്നത്. ട്രെയിലറിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഇന്ദ്രജിത്തും അനശ്വരാജും തമ്മിലുള്ള ഒരു കാർ യാത്രയും അതിൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളും പിന്നെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും വൈബ് മൂഡും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയാന ഹമീദും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഈ ട്രെയിലറിൻ്റെ ഒരു 49 സെക്കൻഡ് എത്താൻ നേരത്ത് ഇന്ദ്രജിത്തും അനശ്വരാജും തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലേ, അതിൻ്റെ ഒരു ഇവരെ ഹീറോയിനായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിക്കുള്ള ഒരു ചിന്തയുടെ ചില കാര്യങ്ങളൊക്കെ വെച്ച് അത്തരം ഒരു സൂചനപരമായിട്ടുള്ള ഒരു ചെറിയ ഒരു പരാമർശം ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഈ ട്രെയിലറിൻ്റെ ഒരു 59 സെക്കൻഡ് എത്താൻ നേരത്ത് നമ്മുടെ അനശ്വരാജിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ടുമുണ്ട് സൂപ്പർ ശർണിയ, നിർമ്മത്തം ദിനങ്ങൾ. ഇതിലൊക്കെ നമ്മൾ കണ്ട ഒരു സംഭവമില്ല, അങ്ങനത്തെ ഒരു റിയാക്ഷൻ പോലെ സംഭവം കാണാൻ വേണ്ടി പറ്റി. ഈ സിനിമയിലെ മുഴുനീളം ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിൽ സംഭവം കാണിച്ചിരിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഹ്യൂമറിനും കൂടെ ഒരു സ്പേസ് കൊടുത്താണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. കോമഡിക്ക് പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ് ദീപു കരുണാകരൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ട്രെയിലറിൻ്റെ അവസാനം പക്ക ഒരു ന്യൂ ജനറേഷൻ 2K കിഡ്സിൻ്റെ ഒരു ഈ അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞൊരു ടൈപ്പില്ലേ, അത്തരം ഒരു ഡയലോഗ് പറഞ്ഞാണ് അശ്വര ഈ ട്രെയിലറിൻ്റെ ഒരു എൻഡ് സീനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ട്രെയിലർ മൊത്തത്തിൽ നോക്കാനാണെങ്കിൽ ഒരു നോർമൽ സിനിമയാണ് ഈ സിനിമ. അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ നോക്കുകയാണെങ്കിൽ ഒരു കാർ യാത്ര, ഒരു ഫീൽ ഗുഡ്, ഇതൊക്കെ തന്നെയാണ് സിനിമയുടെ ഒരു തീമായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉറപ്പാണ്. ആ ഒരു കാര്യം വെച്ച് ഒരുപാട് ചിരിക്കാനും ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് കാണാൻ വേണ്ടി പറ്റിയൊരു സബ്ജക്റ്റാണ് ദീപു കരുണാകരൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ദീപു കരുണാകരൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ 2 മികച്ച ഹിറ്റുകളാണുള്ളത്. ഒന്ന് ക്രൈസി ഗോപാലനും തേജ ഫൈ ആൻഡ് ഫാമിലി. ഈ 2 സിനിമയാണ് ദീപു കരുണാകരൻ്റെ ഒരു കരിയറിലെ ഒരു ഹിറ്റ് സിനിമകളെന്ന് പറഞ്ഞത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഈ സിനിമയും ഒരു വലിയ വിജയമായി മാറട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആശംസിച്ചുകൊണ്ട് ഇതാണ് ഈ സിനിമയുടെ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതാണ് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷ അറ്റോർത്തിരിക്കുന്ന പ്രണ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.